Good morning to all. Welcome to our accountancy class. In the previous class, we discussed about double column cash book. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്നും അതുപോലെ കോൺട്രാ എൻട്രീസ് എന്താണെന്നും ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പെറ്റി ക്യാഷ് ബുക്ക്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്? അതായത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ ഒരു നിശ്ചിത എമൗണ്ട് ആദ്യം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത മണി റിലേറ്റഡ് ആയിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പെറ്റി ക്യാഷ്. ഈ ക്യാഷ് ബുക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ പെറ്റി ക്യാഷ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇന്ന് നമുക്ക് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. The petty cash book is maintained by a petty cashier who works under the supervision and control of the main cashier. പെറ്റി ക്യാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാഷറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് പെറ്റി ക്യാഷർ. അയാളാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. The main cashier issues a check to the petty cashier in the beginning of a specified period, say a week, fortnight or month. This will be an amount expected to be sufficient to meet petty expenses for the said period. അതായത് പെറ്റി ക്യാഷർക്ക് മെയിൻ ക്യാഷർ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യും. അതായത് അയാൾക്ക് ആ ഒരു മന്തിലോ അല്ലെങ്കിൽ ആ ഒരു വീക്കിലോ വരുന്ന എക്സ്പെൻസിന് ആനുപാതികമായിട്ടുള്ള ഒരു എമൗണ്ടിൻ്റെ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദ പീരിയഡ് ദ പെറ്റി ക്യാഷർ പ്രസൻസ് ദ സമ്മറി എക്സ്പെൻസസ് ടു ദ മെയിൻ ക്യാഷർ. അതായത് അതിനുശേഷം അയാൾ മെയിൻ ക്യാഷ്യർക്ക് ആ പെറ്റി ക്യാഷ് എമൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സമ്മറി, അതായത് അയാൾ എത്ര രൂപ ചിലവഴിച്ച് ഏതൊക്കെ കാര്യങ്ങൾ ചിലവഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ക്യാഷ്യർക്ക് മുന്നിൽ സമർപ്പിക്കും. ഇതിനെ പറയുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. ദ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Under this system, a fixed amount is advanced to the petty cashier in the beginning of the period by the main cashier at the end of the period. Main cashier. അതായത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പീരിയഡിൻ്റെ തുടക്കത്തിൽ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷ്യർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. ഈ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ എമൗണ്ട് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ 2004 July 1st ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ചീഫ് ക്യാഷ്യർ 200. സെക്കൻഡ്, അതായത് 2-ാം തീയതി ടൈപ്പിംഗ് പേപ്പർ 8. ദെൻ 3-ാം തീയതി പോസ്റ്റേജ് 4. ദെൻ 6-ാം തീയതി ഓഫീസ് ക്ലീനിങ് അഗൈൻ 4 rupees. ദെൻ നെക്സ്റ്റ് 7-ാം തീയതി പോസ്റ്റേജ് 2 rupees. ദെൻ നെക്സ്റ്റ് 8-ാം തീയതി ഓഫീസ് ക്ലീനിങ് 2 rupees. നെക്സ്റ്റ് 10-ാം തീയതി കാർട്ടേജ് 2. നെക്സ്റ്റ് 15-ാം തീയതി അഗൈൻ പോസ്റ്റേജ് 6. നെക്സ്റ്റ് 18-ാം തീയതി ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ 13. നെക്സ്റ്റ് 19-ാം തീയതി ടൈപ്പ് റൈറ്റർ റിബൺ 10. നെക്സ്റ്റ് 22-ാം തീയതി ടെലിഫോൺ ചാർജസ് ₹9. നെക്സ്റ്റ് 24-ാം തീയതി ഓഫീസ് ക്ലീനിങ് ₹8. നെക്സ്റ്റ് 26-ാം തീയതി നെയിൽസ് പോളിഷ് എക്സെട്ര ₹21. നെക്സ്റ്റ് 27-ാം തീയതി ടെലഗ്രാംസ് ₹24. നെയിൽ പോളിഷ് ₹21 ആണ്. ദെൻ നെക്സ്റ്റ് 29-ാം തീയതി പേപ്പർ പെൻസിൽ പെൻ എക്സെട്ര ₹31. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. എക്സാമിന് essay ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് പെറ്റി ക്യാഷ് ബുക്ക്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും സിമ്പിളാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ. പെറ്റി ക്യാഷ് ബുക്കാണ് ബോർഡിൽ വരച്ചിട്ടുള്ളത്.
പെറ്റി ക്യാഷ് ബുക്ക് വരയ്ക്കുന്ന സമയത്ത് ഓരോ ഐറ്റംസിനും ഓരോ കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് സ്റ്റേഷനറി, അതിൽ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തും. അതുപോലെ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, അതിനൊരു കോളം. അതുപോലെ ഓഫീസ് എക്സ്പെൻസ്, ദെൻ കാർട്ടേജ്, ടെലിഫോൺ എക്സ്പെൻസസ്, പിന്നെ മറ്റുള്ള ഐറ്റംസ് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് മിസ്ലേനിയസ് എന്നുള്ളൊരു കോളവും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി വേറെ ഏതെങ്കിലും ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ കോളം വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത്രയും കോളംസ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കോളം നമ്മൾ കാണിക്കുന്നത് എമൗണ്ട്, സെക്കൻഡ് കോളം ഡേറ്റ്, തേർഡ് കോളം പർട്ടിക്കുലേഴ്സ്, ഫോർത്ത് കോളം VN മീൻസ് വൗച്ചർ നമ്പർ. ദെൻ ഓരോ ഐറ്റംസിനും ഓരോ കോളംസാണ് ബോർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് കോളത്തിൽ നമ്മൾ കാണിക്കുക എമൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. ഡേറ്റ് 2004 ജൂലൈ 1-ാം തീയതി. ക്യാഷ് റിസീവ്ഡ് അല്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് മെയിൻ ക്യാഷ്യറുടെ കയ്യിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത്. എത്ര രൂപയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്? 200. ആ 200 നമ്മൾ ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിച്ചു. ദെൻ അതിന് ശേഷം നമ്മൾ അടുത്തത് എഴുതി ജൂലൈ 2-ാം തീയതി ടൈപ്പിംഗ് പേപ്പർ. ടൈപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറിയിൽ വരുന്നതിന് ആ എമൗണ്ട് നമ്മൾ സ്റ്റേഷനറിയുടെ കോളത്തിൽ കാണിച്ചു 8 രൂപ. ദെൻ ഒരു ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളം കാണാനുണ്ടല്ലോ, ആ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ ഈ ടൈപ്പിംഗ് പേപ്പറിൻ്റെ എമൗണ്ട് കാണിച്ചു. എത്ര രൂപയാണ്? 8. ദെൻ അതിന് ശേഷം 3-ാം തീയതി പോസ്റ്റേജ്. എത്ര രൂപയാണ് പോസ്റ്റേജ്? 4 രൂപ. ആദ്യം ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ 4 രൂപ കാണിച്ചു. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറഞ്ഞൊരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ 4 രൂപ കാണിക്കും. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിൻ്റെ കോളത്തിൽ 4 രൂപ കാണിച്ചു. ദെൻ അടുത്തത് 6-ാം തീയതി ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ് ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ 4 രൂപ കാണിച്ചു ഓഫീസ് ക്ലീനിങ്. ദെൻ അതിന് ശേഷം ഓഫീസ് ക്ലീനിങ്ങിൻ്റെ ഒരു കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിലും ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിലും നമ്മൾ 4 രൂപ കാണിച്ചു. നെക്സ്റ്റ് 7-ാം തീയതി പോസ്റ്റേജ്. ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ ആദ്യം നമ്മൾ 2 രൂപ കാണിച്ചു പോസ്റ്റേജ്. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ 2 രൂപ കാണിച്ചു. ദെൻ നെക്സ്റ്റ് 8-ാം തീയതി എഗെയിൻ ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ് ആദ്യം ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ നമ്മൾ 2 രൂപ കാണിച്ചു. ദെൻ അതിനുശേഷം ഓഫീസ് ക്ലീനിങ്ങിൻ്റെ കോളത്തിൽ 2 രൂപ കാണിച്ചു. നെക്സ്റ്റ് 10-ാം തീയതി കാർട്ടേജ്. കാർട്ടേജ് 2 രൂപ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ 2 രൂപ കാണിച്ചു. ദെൻ കാർട്ടേജിന് നമ്മൾ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ 2 രൂപ കാണിച്ചു. നെക്സ്റ്റ് 15-ാം തീയതി പോസ്റ്റേജ്. പോസ്റ്റേജ് ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ പോസ്റ്റേജ് 13 രൂപ. നെക്സ്റ്റ് പോസ്റ്റേജ്. പോസ്റ്റേജ് ഡേറ്റ് 15-ാം തീയതി പോസ്റ്റേജ് ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ നമ്മൾ 6 രൂപ കാണിച്ചു. അതേപോലെ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ 6 രൂപ കാണിച്ചു. നെക്സ്റ്റ് 18-ാം തീയതി ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ. ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ 13 രൂപ കാണിച്ചു. ദെൻ സ്റ്റേഷനറി ഐറ്റംസിലാണ് ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേഷനറിയുടെ കോളത്തിൽ നമ്മൾ 13 രൂപ കാണിച്ചു. നെക്സ്റ്റ് 19-ാം തീയതി ടൈപ്പ് റൈറ്റർ റിബൺ. ടൈപ്പ് റൈറ്റർ റിബൺ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ 10 രൂപ കാണിച്ചു. ദെൻ അതിനുശേഷം സ്റ്റേഷനറിയുടെ കോളത്തിലാണ് നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ടൈപ്പിംഗ് റിബണും ടൈപ്പിംഗ് പേപ്പറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റേഷനറിയുടെ കോളത്തിൽ 10 രൂപ കാണിച്ചു. നെക്സ്റ്റ് 22-ാം തീയതി ടെലിഫോൺ ചാർജസ്. ടെലിഫോൺ ചാർജസ് 22-ാം തീയതി 9 രൂപ ടെലിഫോൺ ചാർജസ്. ദെൻ ആ 9 രൂപ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ കാണിച്ചു. അതുപോലെ ടെലിഫോൺ ചാർജസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടെലിഫോൺ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ 9 രൂപ കാണിച്ചു. നെക്സ്റ്റ് ഓഫീസ് ക്ലീനിങ്. എഗെയിൻ ഓഫീസ് ക്ലീനിങ് ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ നമ്മൾ 8 രൂപ കാണിച്ചു. ദെൻ
ഓഫീസ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ 8 രൂപ കാണിച്ചു. നെക്സ്റ്റ് നെയിൽസ് പോളിഷ് എക്സെട്ര, നെയിൽസ് പോളിഷ് എക്സെട്ര എമൗണ്ട് 21. ഈ 21 ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ കാണിച്ചു 21, ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ കാണിച്ചു 21. നെക്സ്റ്റ് മിസലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കോളം ലാസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ 21 രൂപ കാണിച്ചു. ഇത് മറ്റുള്ള ഐറ്റംസ് എന്നുള്ള അർത്ഥമാണ് മിസലേനിയസ്. അത് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ കാണിച്ചു 21. നെക്സ്റ്റ് 27-ാം തീയതി ടെലഗ്രാം, ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ ടെലഗ്രാം 24 റുപ്പീസ് 24 കാണിച്ചു. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ നമ്മൾ 24 രൂപ കാണിച്ചു. നെക്സ്റ്റ് 29-ാം തീയതി പേപ്പർ, പെൻസിൽ, പെൻ എക്സെട്ര. ദെൻ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളത്തിൽ 31 രൂപ കാണിച്ചു. ദെൻ സ്റ്റേഷനറിയുടെ കോളത്തിൽ 31 രൂപ കാണിച്ചു. കാരണം പേപ്പർ, പെൻ, പെൻസിലൊക്കെ സ്റ്റേഷനറി ഐറ്റംസിൽ ഉൾപ്പെടുന്നതാണ്. അത് നമ്മൾ സ്റ്റേഷനറിയിൽ കാണിച്ചു. അതിനുശേഷം നമ്മൾ ടോട്ടൽ ചെയ്തു. ആദ്യം ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്തു. ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ ടോട്ടൽ കിട്ടി? 144 രൂപയാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം നമ്മൾ ഓരോ ഐറ്റംസിൻ്റെ കോളം ടോട്ടൽ ചെയ്തു. ഫസ്റ്റ് സ്റ്റേഷനറിയുടെ കോളം ടോട്ടൽ ചെയ്തു. സ്റ്റേഷനറിയുടെ കോളം ടോട്ടൽ ചെയ്തപ്പോൾ 62 രൂപ കിട്ടി. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിൻ്റെ കോളം ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ 36 രൂപ കിട്ടി. ദെൻ ഓഫീസ് എക്സ്പെൻസസിൻ്റെ കോളം ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ 14 രൂപ കിട്ടി. ദെൻ അതിനുശേഷം കാർട്ടേജ് ടോട്ടൽ ചെയ്തു 2 രൂപ. ദെൻ ടെലിഫോൺ എക്സ്പെൻസ് ടോട്ടൽ ചെയ്തു 9 രൂപ. നെക്സ്റ്റ് മിസലേനിയസ് കോളം ടോട്ടൽ ചെയ്തു എമൗണ്ട് 21 രൂപ. ഇത്രയാണ് നമ്മൾ ടോട്ടൽ ചെയ്ത്. ഇനി നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള എത്ര രൂപയാണ്? 200 രൂപ അല്ലേ? ആ 200 രൂപയിൽ നിന്ന് 144 രൂപ മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. അതായത് 200 മൈനസ് 144 ബാലൻസ് ക്യാരിഡ് ഔട്ട് എമൗണ്ട് 56. 200 മൈനസ് 144 എമൗണ്ട് 54. ബാലൻസ് ക്യാരിഡ് ഔട്ട് ഡേറ്റ് 31, അതായത് ജൂലൈ 31. ബാലൻസ് ക്യാരിഡ് ഔട്ട് എമൗണ്ട് 56. ദെൻ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കോളം എമൗണ്ട് കോളം ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്യുമ്പോൾ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ 200 നമ്മൾ എഴുതി. അതിന് താഴെ ഓഗസ്റ്റ് ഫസ്റ്റ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 56 രൂപ. അതായത് ഇനി ബാലൻസ് എത്ര കയ്യിലുണ്ട്? 200 രൂപയാണ് അയാൾ തന്നിട്ടുണ്ടായിരുന്നത്, മെയിൻ ക്യാഷ്യർ തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 144 രൂപ ചിലവായി, ബാലൻസ് 56. അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 56 രൂപ കാണിച്ചു. ദെൻ അതിന് താഴെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 144, അതായത് എത്ര രൂപയാണോ ചിലവായത് ആ എമൗണ്ടും കാണിച്ചു. ഇങ്ങനെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും സിമ്പിളാണ്. നിങ്ങൾ എത്ര ഐറ്റംസ് ഉണ്ടോ അതിനെല്ലാം കൂടെ ഓരോരോ കോളം പ്രൊവൈഡ് ചെയ്യുക. അതായത് ചിലപ്പോൾ ഒരേ ഐറ്റം തന്നെ 2-3 തവണ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഓരോ കോളംസ് വരച്ചിട്ട് ആ കോളത്തിൽ എല്ലാ ഐറ്റംസും എടുത്തെഴുതുക. ഓരോ കോളത്തിൽ അതിൻ്റെ എമൗണ്ടുകൾ എഴുതുക. പിന്നെ ടോട്ടൽ പേയ്മെൻറ്റിന് ഒരു കോളം വരയ്ക്കുക. ടോട്ടൽ പേയ്മെൻറ്റിൽ എല്ലാ എമൗണ്ടുകളും എഴുതുക. ടോട്ടൽ ചെയ്യുക. മെയിൻ ക്യാഷർ തന്നിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ഈ ടോട്ടൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബാലൻസ് ക്യാരിഡ് ഔട്ട്. ദെൻ ആ ബാലൻസ് ക്യാരിഡ് ഔട്ട് പിറ്റത്തെ മാസം ഓഗസ്റ്റ് 1-ാം തീയതി നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ നിന്ന് കാണിക്കും. ഇത്രയേ ഉള്ളൂ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക.